നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. അക്ഷരാർത്ഥത്തിൽ RCB എറിഞ്ഞിട്ട് GT. കിടിലൻ ക്യാച്ചുകൾ. ജെയ്സൺ ഓൾഡർ പട്ടിദാറിൻ്റെ ക്യാച്ച് എടുത്തത് ഒരു വിവാദമായിട്ട് അങ്ങനെ നിൽപ്പുണ്ട്. അത് 50-50 കോളാണ്. ബോൾ നിലത്ത് ടച്ച് ചെയ്തു എന്നുള്ള വാദമുണ്ട്. പക്ഷേ ഫിംഗർ അണ്ടർനെയ്ത്ത് എന്ന് അത് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. താരത്തിൻ്റെ ഫുൾ കൺട്രോളിലാണ് ബോൾ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അത് ഔട്ടാണ് എന്നാണ് മിക്ക ക്രിക്കറ്റ് പണ്ഡിതരും പറയുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ട്. ഗെയിം ഓൺ. വിരാട് കോഹ്ലിയും മറ്റുള്ളവരൊക്കെ അവിടെ തർക്കിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ആൻഡി ഫ്ലോർ വരെ ഇറങ്ങി വന്ന് ഒഫീഷ്യലുമായിട്ട് തർക്കിക്കുന്നത് കണ്ടു. എനിവേ, RCB 19.2 ഓവറുകളിൽ 155 റൺസിന് ഓൾ ഔട്ടായി. GT ടോസ് ലഭിച്ചിട്ട് ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതായിരുന്നു. RCBയുടെ വിക്കറ്റുകൾ കൊഴിയുമ്പോഴും ദേവദത്ത് പടിക്കൽ വളരെ മികച്ച രൂപത്തിൽ തന്നെ പോയത് അവരുടെ റണ്ണ് വല്ലാതെ താഴാതിരിക്കാൻ ഒരു കാരണമായി. ഏതായാലും ജേക്കബ് ബത്തലും വിരാട് കോഹ്ലിയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് മൂന്നാമത്തെ ഓവറിൽ തന്നെ മടങ്ങി. 34 റൺസാണ് അപ്പോൾ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത്. ജേക്കബ് ബത്തൽ 5 പന്തിൽ 5 റൺസാണ്. വീണ്ടും അദ്ദേഹം നിരാശപ്പെടുത്തുകയാണ്. വിരാട് കോഹ്ലി 13 പന്തിൽ 28 റൺസാണ് അടിച്ചത്. 5 4 1 6 അടക്കം അദ്ദേഹം 28 റൺസ് അടിച്ചിട്ടുണ്ടായിരുന്നു. റബാദയുടെ പന്തിൽ റാഷിദ് ഖാൻ പിടിച്ചു പുറത്തായി. പിന്നാലെ രജത് പട്ടീദാർ 15 പന്തിൽ നിന്ന് 2 4 1 6 അടിച്ച് നിൽക്കുകയാണ്. അർഷദ് ഖാൻ്റെ പന്തിൽ ജെയ്സൺ ഓൾഡർ ബൗണ്ടറി ലൈനിലാണ് ക്യാച്ച് എടുക്കുന്നത്. ഒരു കിടിലൻ ക്യാച്ചാണ്. പക്ഷേ ബോൾ ടച്ച് ചെയ്തോ ഇല്ലയോ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അത് ഔട്ട് വിധിച്ചു. അദ്ദേഹം 19 റൺസുമായിട്ട് മടങ്ങിപ്പോയി. ദേവദത്ത് പടിക്കൽ ഒരു ഭാഗത്ത് നിൽക്കവേ ജിതേഷ് ശർമ്മ ജെയ്സൺ ഓൾഡറുടെ സ്ലോ ബോളാണ്, അത് എഡ്ജ് ചെയ്തു. ജോസ് ബട്ട്ലർ ക്യാച്ച് എടുത്തു. 3 പന്തിൽ 8 റൺസ്. ജിതേഷ് ശർമ്മയുടെ ഫോം RCBയെ വലിയ രൂപത്തിൽ നിരാശപ്പെടുത്തുന്നുണ്ട്, അവരെ പുറകോട്ട് വലിക്കുന്നുണ്ട്. ടിം ഡേവിഡിനെ റാഷിദ് ഖാൻ മടക്കി വിട്ടു. 6 പന്തിൽ 9 റൺസ്. കൃണാൽ പാണ്ഡ്യ 4 പന്തിൽ 4 റൺസ്. അർഷദ് ഖാനാണ് മടക്കി വിട്ട് ജെയ്സൺ ഓൾഡർ ക്യാച്ച് എടുത്തു. ജെയ്സൺ ഓൾഡർ ക്യാച്ചുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. ദേവദത്ത് പടിക്കൽ 24 പന്തുകൾ 5 4 2 6 അടക്കം 40 റൺസിൻ്റെ മികച്ച ഇന്നിങ്സ് കളിച്ചു. റൊമാരിയോ ഷെഫേർഡ് ആവട്ടെ 15 പന്തിൽ നിന്ന് 17 റൺസ് അടിച്ചു. വെങ്കടേഷ് അയ്യർ അതുകൊണ്ട് തന്നെ ഇമ്പാക്ട് സബായിട്ട് ഇറക്കി. 15 പന്തിൽ നിന്ന് 12 റൺസ് എടുത്ത് അദ്ദേഹത്തെയും അർഷദ് ഖാൻ മടക്കി വിട്ടു. ഒടുവിൽ ആ ഒരു കൺഫ്യൂഷൻ എല്ലാം കൂടി ഉണ്ടായിട്ട് ജോസ് ഹേസൽവുഡ് ഡക്കായിട്ട് റണ്ണൗട്ട് ആയതോടുകൂടി RCBയുടെ ഇന്നിങ്സ് അവസാനിച്ചു. 15 പന്തിൽ നിന്ന് 15 റൺസുമായിട്ട് ഭുവനേശ്വർ കുമാർ പുറത്താകാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അർഷദ് ഖാൻ്റെ ബൗളിംഗ് എടുത്ത് പറയണം. 3.2 ഓവറുകൾ 22 റൺസിന് അദ്ദേഹം 3 വിക്കറ്റ് എടുത്തു. ജെയ്സൺ ഓൾഡർ 4 ഓവർ 29 റൺസിന് 2 വിക്കറ്റ് എടുത്തപ്പോൾ റാഷിദ് ഖാൻ ഇത്തവണ മനോഹരമായിട്ട് പന്തെറിഞ്ഞു. 4 ഓവറിൽ 19 റൺസിന് 2 വിക്കറ്റാണ് അദ്ദേഹം എടുത്തത്. റബാദ ഒരൽപ്പം എക്സ്പെൻസീവായി. 4 ഓവറിൽ 44 റൺസിന് 1 വിക്കറ്റ്. സിറാജ് 4 ഓവറിൽ 38 റൺസിന് 1 വിക്കറ്റ്. ഏതായാലും 155 ഈ പിച്ചിൽ അതൊരു വലിയ സ്കോറല്ല. അതല്ല RCBയുടെ ബൗളർമാർ കളി തിരികെ പിടിക്കുമോ? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.